നാട്ടിലെ കളി ഇവിടുന്ന് കളിച്ചാൽ ശരിയാവില്ല. ഒന്നിച്ചിരുന്ന നമുക്ക് രണ്ടാക്കും ഗുണം ഉണ്ടാവും. അത് തന്നെയാണ് ഞാനും പറയുന്നത്. എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കണേ. എന്നാ ഈ വാ തുടങ്ങുന്നത്. ഞാൻ ചോദിക്കൂലേ, ദേഷ്യം പിടിച്ച മൂപ്പർ കൊന്നുകളി. ഞാൻ കൊന്നേലടോ, ഇനി എന്ത് കൊല്ലു നിന്ന പറ്റിപ്പോയതാ. എല്ലാം കഴിച്ച് ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് വരുമോ പറഞ്ഞേ. കൊസേരന്റെ കാലും പോയി. കാല അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ പോണു. എങ്ങനെ നാട്ടിൽ പോവാനോ? എടാ ഇന്നെപ്പോലത്തെ ഓരോരുത്തരെ ഇതുപോലെ ഇടക്കിടക്ക് നാട്ടിൽ പോണോന്ന് പറയുന്നത് കൊണ്ടാ ഈ നരകോ ഈ ഭൂമി പോലെ തന്നെ ആക്കിയത്. കണ്ടോ, പുഴയെ മരവും എല്ലാം ആക്കി കണ്ടോ? അതല്ല പ്ലീസ്, ഒറ്റ ദിവസം മതി, ഒന്നാം ജോലി. മക്കളെ, നിങ്ങൾക്ക് രണ്ടിനും ഇവിടെ ID കാർഡ് പോലും ആയിട്ടില്ല. ID കാർഡൊന്നും ഇല്ലാണ്ട് അങ്ങ് പോക്ക് എന്ന് പറഞ്ഞാണ്ടല്ല, വലിയ ചിലവാ. മാത്രമല്ല, ഇടക്കിടക്ക് നിങ്ങൾ ലീവ് പറഞ്ഞ് അങ്ങ് പോയാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നെന്ന് കൂട്ടിക്കോ, നിങ്ങൾക്ക് ലീവ് കിട്ടുക ഉണ്ടാവൂല. നാളെ ലീവിന് ചോദിക്കൂല. അതുകൊണ്ട് മക്കൾ ആ ചെടിയെല്ലാം അങ്ങ് നനച്ചാൽ പോയിട്ട് കല ഞാക്കൊന്ന് അങ്ങ് പോകണം. ഇവന്റെ പെങ്ങളെ കല്യാണം അത്യാവശ്യം. ഇവന്റെ പെങ്ങളെ പ്രേമിച്ചനല്ലേ ഇവനും ഇവന്റെ സുഹൃത്തുക്കളും ഇന്നെ വെട്ടിക്കൊന്ന്. അത് അന്നത്തെ ആവേശത്തിന് ചെയ്തു പോയതാ. അയ്യൊരു ആവേശത്തിന്റെ പുറത്തല്ലടോ ഇവന്റെ സുഹൃത്തുക്കൾ വന്ന് ഇന്ന വെള്ളത്തിൽ മുക്കിക്കൊന്ന് എലീനെ കൊല്ലുന്ന പോലെ. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് വലിയ പോക്കിരികളായിരിക്കും. ഇപ്പൊ രണ്ടും കൂടി ലീവിന് വന്നിക്ക് പോയിക്കോളാ പറഞ്ഞേ. അല്ല, ഓളെ കല്യാണം കാണുമോ? ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പ്ലീസ്. ഈ പോക്ക് പോയാൽ കുറച്ച് കാലത്തേക്ക് ഞാൻ അങ്ങോട്ട് പോന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ദിവസം 2 എണ്ണം പോയിട്ട് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരണം കേട്ടാ. ഓ പിന്നെ വരുമ്പോ എൻ്റെ ഒരു കസേരയും കൊണ്ടുവരണം കേട്ടാ. കസേരയുടെ കാര്യം തീരുമാനമാക്കുക നമ്മൾ പോലെ. ഇതെന്തൊരു ഇടങ്ങാറായേ, ഒരു കസേരയെ മുറിച്ച് പോയിട്ട് വരുന്നോ കാണുന്നില്ലല്ലോ. പോയ കാര്യം ശരിയായിക്കില്ല. മൂപ്പരടുത്ത് നിന്നാണെങ്കിൽ ലീവും കിട്ടൂല. ഇത് കാലം എന്നല്ലടോ, നാട്ടിലല്ലേ കാലം മാറി. എടേടാ എൻ്റെ കസേര? വീട്ടിലെ കസേരയും പോയി, നാട്ടിലെ കസേരയും പോയി. അപ്പൊ നിങ്ങൾ കല്യാണത്തിന് പോയതല്ലേ? ഞങ്ങളിങ്ങോട്ട് കളവ് പറഞ്ഞു പോയതാ. തെരഞ്ഞെടുപ്പിന് ഒരു വോട്ട് ചെയ്യാൻ പോയി. അങ്ങ് ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളെ 2 ആളെ വോട്ടും ചെയ്ത് വേറെ ആരോ പോയി. വല്ലാത്ത കാലം മാറാണല്ലോ. ഓരോരോ ഇടങ്ങാൻ